ഞാൻ ഒരുക്കാതെ അവൾ സ്കൂളിൽ പോകത്തില്ലായിരുന്നു. ഹൈസ്കൂളായപ്പോഴത്തേക്കും ഒരുപാട് മാറ്റം വന്നു. ജോക്കുട്ടൻ ജനിച്ചതിന് ശേഷമാണെന്ന് എൻ്റെ സംശയം. ഏയ് അതൊന്നുമല്ല. ജോക്കുട്ടനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇവള് ജോക്കുട്ടനെ പ്രസവിച്ച് കിടന്ന സമയത്ത് ജുവൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നിരിക്കാം. അമ്മയ്ക്ക് അനിയനോടാണ് കൂടുതൽ സ്നേഹം, അങ്ങനെ വല്ല തോന്നലുകളും. കുട്ടികളുടെ മനസ്സല്ലേ ചെറുപ്പത്തിൽ മനസ്സിൽ പതിയുന്നത്, ഉറച്ചു പോകുന്ന പറയുന്നത്. ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന നോവൽ കഴിഞ്ഞ ദിവസം കിട്ടി. ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡാൻ ബ്രൗൺ എടോ ഡാവിഞ്ചി കോഡിന്റെ റൈറ്റർ. ഓ അതൊരു മൂവി ആക്കിയില്ലേ? നിങ്ങൾ കളിക്കുന്നു. ഓ ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തെ. എന്റെ ബീറ്റിൽസിന്റെ CD കൊണ്ടുപോയിട്ട് തിരിച്ചു തന്നില്ലല്ലോ. അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യില. ദേ രാഹുലെ, എന്റെ CD നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ എന്തോരം ഗുസ്തി പിടിച്ചിട്ടാണെന്ന് അറിയാമോ ഓരോന്ന് മേടിക്കുന്നേ. ഓ കളയത്തില്ല. ഇനി എന്തെങ്കിലും പറ്റിയാ തന്നെ പുതിയ ഒരെണ്ണം വാങ്ങിത്തരാം. പോരെ? എടാ ജോക്കട്ടാ പോലടാ. എനിക്ക് വിശക്കുന്നു. ബീറ്റിൽസും ഡാൻ ബ്രൗണും. ജുവൽ എന്നും താമസിച്ചു വരുന്നതല്ലേ ക്ലാരയുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതിനൊരു കമ്പ്യൂട്ടർ അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. അങ്ങനെയാകുമ്പോൾ പുറത്ത് ചാറ്റിങ്ങിന് പോകില്ലല്ലോ. ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അപ്പൊ ഇവളാ പറഞ്ഞ വേണ്ടാന്ന്. പറയുന്ന ഒന്നും അനുസരിക്കത്തില്ലെന്നേ. എല്ലാം അവക്ക് തോന്നിയ പോലെ കാര്യങ്ങള്. എല്ലാ ഇഷ്ടവും അങ്ങ് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്നിപ്പോ കമ്പ്യൂട്ടർ ചോദിച്ചു, നാളെ കാറായിരിക്കും. നീ ഇങ്ങൊന്നേ, നിനക്ക് വേണോടാ കമ്പ്യൂട്ടർ? ഇപ്പൊ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും സ്വന്തമായി കമ്പ്യൂട്ടർ ഉണ്ട്. ഒരെണ്ണങ്ങ് വാങ്ങിച്ചു കൊടു. കമ്പ്യൂട്ടർ മാത്രം പോരല്ലോ മേരി, ഇന്റർനെറ്റും വേണ്ടേ? കമ്പ്യൂട്ടറിന്ന് ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മോശത്തരങ്ങളാ. പത്രത്തിൽ എന്തൊക്കെ വായിക്കുന്നു. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എങ്ങനെയാ മേടിച്ചു കൊടുക്കുന്നേ? അതിലൊന്നും ഒരു കാര്യമില്ല ക്ലാരെ. ഇപ്പം നിങ്ങൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തതുകൊണ്ട് ജുവൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? പുറത്തു പോയി ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ മുന്നിലിരുന്ന് ഉപയോഗിക്കുന്നത്. നീ തീരുമാനിച്ചോ, അതുപോലെ ഞാൻ ചെയ്തേക്കാം. കണ്ടുപഠിക്കേ. ഒന്ന് പോടിയൊന്നു. ഇത്രയൊക്കെ അനുസരിച്ചിട്ടും ഞാൻ ഇവൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നാ തോമാച്ച കംപ്ലൈന്റ്. പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണോ? അവൻ എപ്പോഴേ പോയി? കംപ്ലീറ്റ് കൊണ്ടുപോയി. കമ്പ്യൂട്ടർ ഇഷ്ടമായോ? താങ്ക് യു ഡാഡി. മമ്മി, താങ്ക് യു മമ്മി. താങ്ക് യു സോ മച്ച്. ഓ, അവക്കായിട്ട് തോന്നി വന്നതല്ല, നിങ്ങൾ പറഞ്ഞു വിട്ടതല്ലയോ? രണ്ടുപേരുടെ എന്നെ മണ്ടിയാക്കാൻ നോക്കല്ലേ. മമ്മി, ഞാൻ എന്റെ കുഞ്ഞെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ നിൽക്കല്ലേ നീ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും ശരിയാവില്ലെന്ന്. കണ്ടോ കണ്ടോ, ഞാൻ ഊഹിച്ചത് അങ്ങനെ ഉണ്ട്. നിന്റെ ഒരു ഊഹം, നിന്റെ ഊഹവും തോന്നലുകളുമാണ് ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾക്കും കാരണം. ആണ്, ഞാനാണല്ലോ ഈ വീട്ടിലെ പ്രശ്നക്കാരി. ക്ലാരെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നോട് താങ്ക്സ് പറയണമെന്ന് അവൾ സ്വയം ആഗ്രഹിച്ചാണ്. പക്ഷേ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു പേടി അവൾക്കുണ്ടായിരുന്നു. പേടിക്കണ്ട, മമ്മിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനാ കൂട്ടിക്കൊണ്ട് വന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത് അവളായിട്ട് വന്നതല്ലാന്ന്. എന്നെ ചവിട്ടണം തോന്നതല്ലേ? ചവിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളാ വലുത്. അവൾ ജനിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മനുഷ്യനെ?
ഞാൻ തോറ്റു. എന്നെ വെറുതെ വിട്ടത്. ഉത്തരം മുട്ടിപ്പോയല്ലേ? പൊയ്ക്കോ. ഉത്തരം മുട്ടിയതല്ലടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്തട്ടാ. ജുവൽ ഉണ്ടായ നിമിഷം മുതൽ ഞാൻ നിന്നെയല്ല സ്നേഹിക്കായിരുന്നു, നീ എന്നെയാണ് സ്നേഹിക്കായിരുന്നത്. എന്നത്? അന്നേ ഞാൻ പറഞ്ഞതാ ഒത്തിരി കൊഞ്ചിക്കണ്ട, അത് നല്ലതിനല്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവളെ പൊക്കിക്കൊണ്ട് നടന്നപ്പം എന്റെ പല കാര്യങ്ങളും നീയാണ് മറന്നുപോയത്. ഓ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അവളെ കയ്യിലെടുത്ത് നിങ്ങൾ എന്നോട് പ്രതികാരം തീർക്കും അല്ലയോ? ഇതെന്റെ വിധി. ഇത് അമീർ, എന്റെ പുതിയ ചാറ്റ് ഫ്രണ്ട്. ഞാൻ ആദ്യമായി അമീറിനെ പരിചയപ്പെടുന്ന ദിവസമായിരുന്നു. അമീർ ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എ ക്രോണിക് ബാച്ചിലർ. ഹീസ് എൻ ഓർഫൻ. അവനൊരു അനാഥനാണ്. ഇത്രയും കാര്യങ്ങളെ അയാളെക്കുറിച്ച് എനിക്കറിയൂ. ചാറ്റിങ്ങിൽ പരിചയപ്പെടുന്നവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ അവനെ ഫ്രണ്ടായി കൂട്ടാൻ താല്പര്യം. ഒരുപക്ഷെ അവന്റെ അനാഥത്വമാണ് എന്നെ ആകർഷിച്ചതെന്ന് തോന്നുന്നു. എനിവേ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ചില മുൻകരുതലുകൾ എടുത്തു. ഹായ്, എന്താ പേര്? ലക്ഷ്മി. അതൊരു കള്ളപ്പേരാണല്ലോ. സാരമില്ല, നമ്മളിപ്പോ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. യു വിൽ ഹാവ് എ ടിഞ്ച് ഓഫ് ഡിസ്ട്രസ്റ്റ് ഓൺ മീ. ആർ യു റിയലി ആൻ ഓർഫൻ? ശരിക്കും അനാഥനാണോ? മാതാപിതാക്കളും ബന്ധുക്കളും ഇല്ലാത്തവരെയാണല്ലോ നമ്മൾ അനാഥർ എന്ന് വിളിക്കുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഐ എം എൻ ഓർഫൻ. ബട്ട് ഐ ഹാവ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ടു ലവ് മീ ആൻഡ് ടു ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ധാരാളം ആൾക്കാരുണ്ട് എനിക്ക്. ഓക്കെ, ലക്ഷ്മിയുടെ നാട് എവിടെയാണ്? സി മിസ്റ്റർ അമീർ, നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടതേ ഉള്ളൂ. ഐ കാൻ റിവീൽ മൈ ഐഡന്റിറ്റി. എന്റെ അഡ്രസ്, ഫോൺ നമ്പർ ഇതൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങോട്ടും ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് താല്പര്യമുള്ളൂ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ഡീൽ. നമ്മൾ രണ്ടുപേരും തൽക്കാലം നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല until we feel so. That's cool. സത്യം പറഞ്ഞ എനിക്ക് അമീറിനോട് അസൂയ തോന്നുന്നേ. യു ആർ എ ഫ്രീ ബേർഡ്. നോ റെസ്പോൺസിബിലിറ്റീസ്, നോ എക്സ്പ്ലനേഷൻസ്. എന്റെ രസാ ജീവിതം. ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഡാഡിയും മമ്മിയും പിന്നൊരു അനിയനും. Are you not happy with your family? Yes, I am. No, you're not. അനാഥത്വം അനുഗ്രഹമാണെന്ന് ലക്ഷ്മി കരുതുന്നു. എനിക്കതൊരു ശാപമായിട്ടാണ് തോന്നുന്നത്. ഞാനത് അനുഭവിക്കുന്നവനാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവർ കൂടിയ കുടുംബം എൻ്റെ കാഴ്ചപ്പാടിൽ സ്വർഗമാണ്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. പഴമക്കാർ പറയാറില്ലേ, അക്കരെ പച്ച. മൈ മോം ഇറിറ്റേറ്റ്സ് മീ. എന്റെ മമ്മി എന്റെ എല്ലാ കാര്യങ്ങളും കയറി ഇടപെടും. ഈ അമ്മമാർക്കൊരു ധാരണയുണ്ട്, അവര് പറയുന്ന മാത്രമാ ശരിയെന്ന്. എപ്പോഴും ശകാരവും കുറ്റപ്പെടുത്തലും. അതെല്ലാ അമ്മമാരും ചെയ്യുന്നതല്ലേ? അതുപോലെ അല്ല ഇത്. സി, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. ഐ നീഡ് എ സ്പേസ് ഇൻ മൈ ഫാമിലി. എന്തോ എനിക്കതൊന്നും മനസ്സിലാവില്ല. എൻ്റെ ജീവിതത്തിൽ ഐ നെവർ കമ്പീറ്റ്. ഞാൻ ആരുമായും മത്സരിക്കാറില്ല. ജീവിതത്തെ എന്താ പറയുക, ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. ദാറ്റ്സ് മൈ പോളിസി.